ആ ബാബരി മസ്ജിദ് അന്ന് തകർക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യയിലെ ഒരു മതേതര കക്ഷികൾ രംഗത്ത് വന്നുകൊണ്ട് ഒരു പ്രതിഷേധം തീർത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ സ്ഥിതിയിൽ ഇന്ത്യ രാജ്യത്ത് തുടരുകയില്ലായിരുന്നു. ഇന്ത്യയുടെ ഭാവി അപകടത്തിലാണ്. SDP പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയുടെ ഭാവി അപകടത്തിലാണ്, ഇന്ത്യയുടെ ഭാവി തിരിച്ചുപിടി. ഡിസംബർ 6 ഫാസിസ്റ്റ് വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഈ ഒരു സന്ദേശം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം നമ്മുടെ രാജ്യം 1925 മുതൽ ഭീകരത നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ 1948 ജനുവരി 30-നും അതിനുശേഷം 92 ഡിസംബർ 6-നും ആയതിൽ പിന്നീടും വലിയ രീതിയിൽ ഭീകരത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, രാജ്യത്ത് ഭീകര പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഭരണഘടനാ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘം രാജ്യത്ത് വലിയ പുണ്യവാളന്മാരായി, ദേശസ്നേഹികളായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന കൗതുകമാണ് നമ്മളിലുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നു, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നവരും രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരും രാജ്യത്തിൻ്റെ താല്പര്യത്തിനൂന്നിക്കൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കുന്നവരുമൊക്കെ ഇന്ന് രാജ്യത്ത് രാജ്യദ്രോഹികളാണ്. ഒരിക്കലും തിരുത്തപ്പെടാൻ കഴിയാത്ത, ഒരിക്കലും തിരുത്തേണ്ടതില്ലാത്ത ഒരു കയ്യബദ്ധമായിരുന്നില്ല ബാബരി മസ്ജിദിന്റെ തകർച്ച. ഒരാവേശ തള്ളിച്ചയിൽ യാദൃച്ഛികമായി അവിടെ തടിച്ചുകൂടിയ ജനങ്ങളുടെ വികാര വായ്പിൽ സംഭവിച്ച ഒരു ദുരന്തമായിരുന്നില്ല ബാബരി മസ്ജിദ്. എത്ര അകലങ്ങളിലേക്ക് ഈ സംഘത്തെ നിങ്ങൾ പടികടത്തിയാലും അതിനെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. ഞങ്ങളുടെ തലമുറകൾ അതിനെ തിരിച്ചു കൊണ്ടുവരും. ന്യായത്താലും സത്യത്താലും നിയമവ്യവസ്ഥ നിയന്ത്രിക്കപ്പെടുമ്പോൾ നീതി പുനർജനിക്കുക തന്നെ ചെയ്യും എന്ന് നിങ്ങൾ അടിവരയിൽ തോർത്തുകൊണ്ടേയിരിക്കണം. കാരണം ചരിത്രത്തിനൊരിക്കലും നിശ്ചലമായിരിക്കാൻ സാധിക്കില്ല, ചരിത്രത്തിലൊരിക്കലും അടങ്ങിയിരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് ലോകത്തൊരിടത്തും ഒരു കാലത്തും ചരിത്രം നിശബ്ദമായി പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഈ അനീതിയെ നീതിയുടെ പൊൻവെളിച്ചം കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ വരും തലമുറ അത് ഈ രാജ്യത്ത് സ്ഥാപിതമാക്കുക തന്നെ ചെയ്യും. നൂറ്റാണ്ടുകളുടെ വഴിയിലൂടെ ജനപദങ്ങളുടെ ചോരയിലൂടെ നീന്തിക്കയറിയിട്ടാണ് ഈ ലോകത്ത് മർദ്ദിത ജനത അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തിട്ടുള്ളത്. അത് ഈ രാജ്യത്തെ മർദ്ദക ഭരണകൂടങ്ങളോ അല്ലെങ്കിൽ രാജാക്കന്മാരോ ഭരണ തമ്പുരാക്കന്മാരോ ഒരു രാജ്യത്തും ഒരു കാലത്തും മർദ്ദിത ജനതക്ക്, അവശത അനുഭവിക്കുന്ന ജനതക്ക് അങ്ങ് കാലത്തിൽ വെച്ച് കൊടുത്തിട്ടുള്ളതല്ല, അങ്ങനെ അവർക്ക് ഒരു അവകാശമായി വകവെച്ച് കൊടുത്തിട്ടുള്ളതല്ല, ഔദാര്യം കൊണ്ട് കൊടുത്തിട്ടുള്ളതല്ല. അങ്ങനെ നിങ്ങളുടെ ഔദാര്യത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു സ്ഥലത്തും നിങ്ങൾ ഉണ്ടാവുകയുമില്ല. നിഷേധിക്കപ്പെട്ട നീതി പിടിച്ചു വാങ്ങേണ്ടത് എങ്ങനെയാണ് എന്ന മനുഷ്യ ചരിത്രത്തിന്റെ തുടക്കം മുതൽ മനുഷ്യർ കണ്ടും കേട്ടും വായിച്ചും പഠിച്ചും അറിഞ്ഞും മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല. താൽക്കാലികമായി ഇരുട്ടിനെ മറക്കാൻ സാധിക്കുന്നുള്ളൂ. താൽക്കാലികമായിട്ട് വെളിച്ചത്തെ മറക്കാൻ ഇരുട്ടിന് സാധിക്കും. ഇരുട്ടിനെ ഭയപ്പെട്ടിട്ട് ലോകത്തൊരിടത്തും ഒരു നക്ഷത്രവും തിളങ്ങാതിരുന്നിട്ടില്ല. എവിടെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്? ആരാ ഇരുട്ടിനെ ഭയപ്പെട്ടിട്ടുള്ളത്? എന്നും ഇരുട്ടിനെ ഭയപ്പെടുന്നിടത്തൊക്കെ അത് ഇരുട്ടാണ് എന്ന് പറയാൻ വെളിച്ചമെത്തുന്നോളം മാത്രമേ ഈ ഇരുട്ടിന് ആയുസുള്ളൂ എന്ന് പറയാൻ ഈ രാജ്യത്തെ, ഈ ലോകത്തെ മർദ്ദിത ജനവിഭാഗങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, നീതി പുനർജനിക്കുന്ന മർദ്ദിതന്റെ സൂര്യൻ ഉദിച്ചുയരുന്ന ഒരു സുപ്രഭാതത്തിൽ ഈ രാജ്യത്ത് നിഷേധിക്കപ്പെട്ട നീതി പുനർജനിക്കും. നോക്കൂ, നിങ്ങൾ ലോകത്തെവിടെയും
ലോകത്തെവിടെയും ഇന്ന് മർദ്ദിതർക്ക്, മനുഷ്യർക്ക്, സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു അവകാശം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതാരും അവർക്ക് ഔദാര്യമായിട്ട് കൊടുത്തിട്ടുള്ളതല്ലതാ. പോരടിച്ച് പടവെട്ടി തന്നെയാണ് അവകാശങ്ങളൊക്കെ പിടിച്ചു വാങ്ങിയിട്ടുള്ളത്. അങ്ങനെയാണ് നീതി പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. അത് ഇന്ത്യ രാജ്യത്തും നടക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല.